ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം, ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. ആരാണ് ഇന്ത്യയിൽ കൊറോണ പടർത്തിയത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങളില്ല. പക്ഷേ ആരാണ് ഗുജറാത്തിൽ കൊറോണ പടർത്തിയത്? ആരാണ് അഹമ്മദാബാദിനെ COVID-19 കേന്ദ്രമാക്കി മാറ്റിയത്? ആ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ പക്കലും ഇന്ത്യയിലെ ബുദ്ധിയും വിവരവുമുള്ള മനുഷ്യരുടെ പക്കലും വ്യക്തമായ ഉത്തരമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സുഹൃത്തുക്കളെ, നമസ്തേ ട്രംപ് എന്ന് പറയുന്ന ഗുജറാത്തിൽ നരേന്ദ്രമോദിയും BJPയും കേന്ദ്ര ഭരണകൂടവും കൊട്ടി ആഘോഷിച്ച് നടത്തിയ ഒരു കൂറ്റൻ പരിപാടി? 100 കോടി രൂപ മുടക്കിയിട്ട് ആഡംബരത്തിന്റെ വിസ്മയം പുതപ്പിച്ച ആ പരിപാടി നിങ്ങൾക്ക് മറക്കാനാകുമോ? ആ പരിപാടി ഗുജറാത്തിനെ COVID-19 കേന്ദ്രമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? പറയുന്നത് വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഫെബ്രുവരി 24 നമസ്തേ ട്രംപ് എന്ന് പറയുന്ന പരിപാടി അഹമ്മദാബാദിന്റെ മണ്ണിൽ നടക്കുന്നത്. അഹമ്മദാബാദിന്റെ മണ്ണിൽ നമസ്തേ ട്രംപ് എന്ന് പറയുന്ന പരിപാടി നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ 1 ലക്ഷത്തിൽ കുറവ് ആളുകൾ പങ്കെടുക്കുകയും ചെയ്ത ആ പരിപാടി അന്താരാഷ്ട്ര ലോകത്ത് വിമർശനങ്ങൾക്ക് ഇടവച്ചിരുന്നു. എന്തുകൊണ്ടാണ് വിമർശനങ്ങൾക്ക് ഇടവച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫെബ്രുവരി 24 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ ലോകരാഷ്ട്രങ്ങളിൽ എവിടെയും ഒരു തരത്തിലും ആൾക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയും സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് ലോക ആരോഗ്യ സംഘടനയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ടാണ് ട്രംപും കൂട്ടരും അഹമ്മദാബാദിലേക്ക് എത്തുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ പരിപാടിയിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ പരിപാടി എങ്ങനെ COVID-19 കേന്ദ്രമായി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സമയത്ത് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമുണ്ട്, എല്ലായിടങ്ങളിലും കൊറോണ പടരാനുള്ള സാധ്യതയുണ്ട്, അതിനാൽ ഒരു പരിപാടിയും അരുത് എന്ന്. എന്നാൽ അതൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് ഈ പരിപാടി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും BJPയും മുന്നിട്ട് നടത്തുന്നത്. പക്ഷേ ഈ പരിപാടി ഇപ്പോൾ എങ്ങനെ കാതറേ അത് കോവിഡിന്റെ കേന്ദ്രമായി എന്ന് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയെ കുറിച്ച് വളരെ വ്യക്തമായി COVID-19 ബന്ധപ്പെട്ട ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്ന ചിത്രം എന്ന് പറയുന്നത്, ചൈനയിൽ COVID-19 വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ, ഇറാനിൽ COVID-19 വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അമേരിക്കയിൽ ഒന്നുമില്ല എന്നാണ് ട്രംപിന്റെ വാദം. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഏറ്റവും കൂടുതൽ COVID-19 രോഗികളുള്ളവരുടെ പട്ടികയിൽ അമേരിക്ക മുന്നിലാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ COVID-19 പരിശോധന നടത്തിയപ്പോഴാണ് മുൻപേ ഇവിടെ COVID-19 അഥവാ കൊറോണ അമേരിക്കയിൽ പടർന്നിട്ടുണ്ട് എന്ന വിവരം അമേരിക്കക്കറിയുന്നത്. അതായത് അമേരിക്കയിൽ നേരത്തെ തന്നെ COVID-19 ഉണ്ടായിരുന്നു. ആ സമയം തന്നെയാണ് ചിലപ്പോൾ അഹമ്മദാബാദിലെ ആ പരിപാടിയും അവിടെ നടക്കുന്നത്. ഒരുപക്ഷെ അഹമ്മദാബാദിൽ COVID-19 ട്രംപ് വന്നു എന്നല്ല, മറിച്ച് നിലവിലെ കണക്ക് പ്രകാരം COVID-19 നേരത്തെ ബാധിച്ച ഏതോ ആളുകൾ അഥവാ എത്രയോ ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. അഹമ്മദാബാദിൽ മാത്രമായി 400ഓളം ആളുകളാണ് COVID-19 ബാധിച്ച് മരിച്ചിട്ടുള്ളത്. അതായത് നിലവിൽ 8000-ൽ കൂടുതൽ ആളുകൾക്ക് ഗുജറാത്തിൽ COVID-19 സ്ഥിരീകരിക്കുമ്പോൾ 75% ആളുകളുമുള്ളത് അഹമ്മദാബാദിലാണ്. ഇതെങ്ങനെ അഹമ്മദാബാദിൽ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഹമ്മദാബാദിലെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ ഉത്തരങ്ങളില്ല. ആ ഉത്തരം ലഭിക്കാത്തത് നമസ്തേ ട്രംപിലേക്ക് അവരുടെ അന്വേഷണം പോകാത്തത് കൊണ്ടാണ്. നമസ്തേ ട്രംപിലേക്ക് അന്വേഷണം പോയി കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും BJPയും കേന്ദ്ര സർക്കാരും അഹമ്മദാബാദിലും ഗുജറാത്തിലും COVID-19 പരത്താൻ കാരണമായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരും. അതിനാൽ തന്നെയാണ് നമസ്തേ ട്രംപിലേക്ക് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു അന്വേഷണം നടത്താതെ മിണ്ടാതിരിക്കുന്നത്. പക്ഷേ അവർ മിണ്ടാതിരിക്കുമ്പോൾ നമുക്കെങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കും? നമ്മൾ ശബ്ദിക്കുക തന്നെ ചെയ്യും. ഗുജറാത്തിൽ COVID-19 പടരാൻ നമസ്തേ ട്രംപ് കാരണമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ചില വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള നിരീക്ഷണത്തിൽ നവമാധ്യമങ്ങളിലുള്ള ചർച്ചകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഗുജറാത്തിലെ നമസ്തേ ട്രംപ് COVID-19 പടരാൻ കാരണമായി എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവര് നോക്കിക്കോളും. ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്. വിവാഹം, പ്രൊഡക്റ്റ് ലോഞ്ച്, ബർത്ത്ഡേ പാർട്ടി, കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതുതരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരിടം. ക്ലാപ്പ് ഔട്ട് ഇവന്റ്സ്.